ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീന്റെയും ഗാഥയുടെയും വിവാഹം നടക്കില്ല. നടക്കാൻ പോകുന്നത് നിന്റെയും നവീന്റെയും വിവാഹമാണ്. അമ്മായി കല്യാണം മുടക്കാനുള്ള പദ്ധതി ഇതുവരെ അവസാനിപ്പിച്ചില്ലേ? ഇവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ നിന്നെ കണ്ട നവീൻ ഗോപാൽ വർമ്മയുടെ ഭാര്യയാണെന്നേ പറയും. ആരും കുറ്റം പറയില്ല. പിന്നെ നവീനൊപ്പം ജീവിക്കേണ്ടി വരുമ്പോ അവന്റെ രീതികൾക്കനുസരിച്ച് മാറാൻ എന്റെ മോൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അതിപ്പോ ബിസിനസ് മീറ്റിംഗ് ആയാലും കൊള്ളാം, വലിയ വലിയ ആളുകളുടെ പാർട്ടി ആയാലും കൊള്ളാം. അതിനുള്ള പ്രാക്ടീസ് ഒക്കെ എന്റെ മോൾക്കില്ലേ? അമ്മ നവീനെ എന്നെ ഒന്നിപ്പിച്ച മാത്രം മതി. പിന്നെ നവീനെ വിടാതെ ഞാൻ പിടിച്ചോളാം. ആ ഉദേട്ടാ, എങ്ങനെയുണ്ട് മോൾ ഒരുങ്ങിട്ട്? എന്റെ പൊന്നു തമ്മാരെ ദോഷം പറയരുത്. ഈ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാ അവിടെ സിതാര മാഡത്തിന്റെ മോളെ ഒരുക്കുന്നത് പോയി കാണണം. ബ്യൂട്ടീഷ്യന്മാരെ കിടന്നങ്ങ് മറിയല്ലേ. ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളോട് ചോദിച്ചപ്പോഴേ ആ മേക്കപ്പ് ചെയ്യുന്ന പെണ്ണ് തന്നെ എത്രയോ ലക്ഷങ്ങളാണ് എന്നെ കൊടുക്കുന്നതെന്ന്. അതിന്റെ മുന്നിൽ നമ്മുടെ മോക്കെ പിടിച്ചിരിക്കാൻ പറ്റുമോ? ആ കാശുള്ളവൻ കപ്പല് വാങ്ങിച്ച് മറിച്ചു വെക്കും, കാശില്ലാത്തവൻ കപ്പലിന്റെ വാങ്ങിച്ച് വറുത്ത് തിന്നും. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ? അതാ ഒന്നും തന്നാലുണ്ടല്ലോ ഒരു പഴഞ്ചൊല്ലും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക. ഇത്രയും നേരം ചിരിച്ചോണ്ടിരുന്ന കൊച്ച അതിന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അല്ല, നിങ്ങൾ ഇപ്പൊ സിത്താരയുടെ മോളുടെ കൂടെയാണോ അതോ സ്വന്തം മോളുടെ കൂടെയാണോ? ഞാൻ എന്റെ മോളെ കൂടെ തന്നെ. പക്ഷെ കണ്ട കാര്യം പറയണ്ടേ? മോൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. സിത്താര ശ്രീനിവാസന് സ്വന്തം മോളെ അവരുടെ രീതിക്ക് ഒരുക്കിയല്ലേ പറ്റൂ. അത് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം. അവൾ എത്ര ഒരുങ്ങിയിട്ട് എന്താ കാര്യം? നവീൻ മോതിരിടാൻ പോന്നതേ കണ്ടില്ലേ എന്റെ മോളുടെ ഈ വിരലിലേക്കാ. അത് ഞാനോ ഉദയോട്ടനോ തീരുമാനിച്ചൊന്നും അല്ലല്ലോ, സിത്താര മേഡം തീരുമാനിച്ചതല്ലേ. പിന്നെ നമുക്ക് എന്ത് പേടിക്കാനാ? മോളെ അച്ഛൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാ. പക്ഷെ അവളുടെ കൃത്രിമ സൗന്ദര്യം അല്ല എന്റെ മോൾക്ക്. അമ്മ വെറുതെ തൊട്ടും തലവിടെയൊക്കെ നിന്നെങ്കിലും ഹാളിലോട്ട് കേറുമ്പോ മോള് കാത്തി ജ്വലിച്ചു നിൽക്കും. അതെ, നിങ്ങക്ക് നിങ്ങളുടെ മോളെ നന്നായിട്ട് കാണുകയും കണ്ടോ. കുറച്ചുനേരം കഴിയുമ്പോഴേ അവള് കോടീശ്വരിയാവാൻ പോവാ. കോടീശ്വരി. അതെങ്ങനെ? അല്ല, നവീന്റെ ഭാര്യയായ പിന്നെ ഇവള് ആരാ ഉദയേട്ടാ? നമ്മളെ രണ്ടുപേരും ഇവള് സ്വർണ്ണരഥത്തിൽ കൊണ്ട് നടക്കില്ലേ, അല്ലേ മോളെ? ഞാൻ ആഗ്രഹിച്ച് നടന്നു കഴിഞ്ഞാ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അങ്ങനെയല്ലേ നോക്കുള്ളൂ അമ്മേ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളല്ലേ. അതൊന്നും പറയണ്ട. നവീൻ ഞങ്ങളെക്കാട്ടിലും പ്രിയപ്പെട്ടതല്ലേ നിനക്ക്? കണ്ടോ കളിയുടെ ചിരിയുണ്ടോ? ഓ എന്റെ ദൈവമേ, ഒരു തട്ടുകേടും ഇല്ലാതെ ഇതങ്ങ് നടന്നാ മതിയായിരുന്നു. സിത്താരെ, ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കൾ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു ഇന്നത്തെ ഫംഗ്ഷന്റെ കാര്യം. കുടുംബാംഗങ്ങൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എന്നാ ഞാൻ മറുപടി പറഞ്ഞത്. ഓ ഐ എം സോറി. അവരെയൊക്കെ കണ്ടിട്ടാണോ? അവരെല്ലാരുവേ കേരളത്തിലെ ടോപ്പ് ബിസിനസ്മെൻ ആണ്. നവീനും അവരെ നന്നായിട്ട് അറിയാലോ. പിന്നെ പൊതുവെ ഞങ്ങൾ ഈ ബിസിനസ്സുകാർക്കെല്ലാം ഒരു ശീലമുണ്ട്. എന്ത് ഫംഗ്ഷൻ ആയാലും അത് ബിസിനസിനും കൂടി ഉപയോഗിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യും. ശീലമായി പോയി. അറിയാം, നവീനും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ഞങ്ങള് പഴഞ്ചൻ ചിന്താഗതിക്കാർക്ക് ഇതത്ര പിടിച്ചെന്ന് വരില്ല. ഗാഥമോൾ എവിടെ സിത്താരെ? അവള് റൂമിലുണ്ട്. സുമിത്ര അങ്ങോട്ട് പോകുന്നുണ്ടോ? വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താ മാം, ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നവീന്റെ വധുവായിട്ട് മാം കീർത്തിയെ പ്രഖ്യാപിച്ച അത് ഗാഥാ മാഡത്തിന് പ്രശ്നവും. ഇവരുടെ പ്രതികരണവും മോശാവില്ലേ?
തൽക്കാലം എന്റെ മുന്നിൽ വേറെ വഴികളൊന്നും ഇല്ല സിനി. ഗാഥമോളോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയോളാം. സർപ്പശാപമുള്ള വീട്ടിലേക്ക് കീർത്തി ആദ്യം നവീൻ വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്ന് ഗാഥയോട് ഞാൻ പറഞ്ഞോളാം. ശാപം തീർന്നതിന് ശേഷം നവീനെ വിവാഹം കഴിച്ചോളാം പറഞ്ഞാൽ അവൾ സമ്മതിക്കും. അമ്മ സമയാകുമ്പോ സിത്താര മേഡം കാല് മാറും. അവര് കാലം മാറിയാ എന്റെ സ്വഭാവം മാറും. പിന്നെ ഈ ഫംഗ്ഷൻ എനിക്ക് ചവിട്ടിത്തേക്കാൻ മാത്രമാവും. നവീന്റെയും ഗാഥയുടെയും വിവാഹം നടക്കില്ല. നടക്കാൻ പോകുന്നത് നിന്റെയും നവീന്റെയും വിവാഹമാണ്. അമ്മായി കല്യാണം മുടക്കാനുള്ള പദ്ധതി ഇതുവരെ അവസാനിപ്പിച്ചില്ലേ? ഇവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ട്. ആ ചേട്ടാ ചേട്ടാ ഒരു ടിക്കറ്റ്. ഒരു പ്രതിഫലവും ഇല്ലാതെ എന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാ കൊച്ചി. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവളെ സിത്താര മാഡത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണം. ആ ഫോട്ടോ മാഡം കണ്ടു കാണൂ. ഹലോ അളിയാ. പ്രകാശ, ഞാൻ പറഞ്ഞ കാര്യം നീ തിരക്കിയായിരുന്നോ? തങ്കത്തിന്റെ അടുത്ത് നീ പോയോ? ഞാൻ 1-2 തവണ പോയി കണ്ട് സംസാരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. തങ്കേച്ചി അടുക്കുന്നില്ല. അളിയാ, എന്നെ കാണുമ്പോ തന്നെ ചെകുത്താൻ കുരിശു കണ്ട പോലെയാ. എങ്ങനെയെങ്കിലും വിവരം ഒന്ന് അറിഞ്ഞേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യ്, ഗീതേച്ചിയും കുട്ടി അവിടം വരെ ഒന്ന് പോവാൻ നോക്ക്. ആ പോവാം. അളിയൻ അവരുടെ മോൾക്ക് വേണ്ടിയായി കഷ്ടപ്പെടുന്നെന്ന് അവര് മനസ്സിലാക്കുന്നില്ലല്ലോ. ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ പിന്നെ വിളിക്കാം. ഗോപാലമാമ ഇതാരെയും മാറിന്ന് വിളിക്കുന്നേ? കച്ചവടൊന്നും ചെയ്യണ്ടേ? അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു മോളെ, അതൊന്ന് പറഞ്ഞു ഏൽപ്പിച്ചതാ. കാശിന്റെ കാര്യാണോ? ഏയ്, വലിയൊരു ജീവിതത്തിന്റെ കാര്യമാണ്. ആരുടെയാ? എനിക്ക് വേണ്ടപ്പെട്ട ഒരു പെങ്കൊച്ചാ, പാവം കൊച്ചാ. ദുബായ് മാമിന്റെ ഈ കഷ്ടപ്പാടിനിടയില് ഇനി ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടും കൂടി തലയിലെടുത്ത് വെക്കണോ? വലിയ വലിയ സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്നവരുണ്ട് മോളെ. അവരൊക്കെ തേങ്ങ ഉടയ്ക്കുമ്പോ നമുക്കൊരു ചിരട്ടെങ്കിലും ഉടയ്ക്കാമല്ലോ.